അടിമാലി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക, അടിമാലി പഞ്ചായത്ത് UDF ഭരണസമിതിയുടെ അഴിമതി ഭരണം അവസാനിപ്പിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് CPIMന്റെ നേതൃത്വത്തിൽ അടിമാലി ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചു. സമരം CPIM ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. അടിമാലി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുകയെന്നും UDF ഭരണസമിതിയുടെ അഴിമതി ഭരണത്തിനെതിരെയുമാണ് CPIMന്റെ നേതൃത്വത്തിൽ അടിമാലി ബസ് സ്റ്റാൻഡ് ഉപരോധിച്ചത്. സ്റ്റാൻഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തോളമായി. പൊതു ശൌചാലയം അറ്റകുറ്റപ്പണികൾ നടത്തുക, സ്റ്റാൻഡിലെ ഓടയിലേക്ക് മാലിന്യങ്ങൾ ഒഴുക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുക, ഹൈമാസ്റ്റ് ലൈറ്റുകൾ അറ്റകുറ്റപ്പണികൾ നടത്തുക, ടൗണിലെ മാലിന്യങ്ങൾ യഥാസമയം നീക്കം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങളുയർത്തിയായിരുന്നു ഉപരോധം. സമരം CPIM ഏരിയ സെക്രട്ടറി ചാണ്ടി P. അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു. നാട്ടിൽ വികസന പ്രവർത്തനങ്ങൾ നടത്തിയേ മതിയാകൂവെന്നും ക്രമീകരണങ്ങൾ ഒരുക്കുന്നതുവരെ സമരം തുടരുമെന്നും CPIM വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി സുധേഷ് കുമാർ പറഞ്ഞു. പണം ഉപയോഗിച്ചുകൊണ്ട് നാട്ടിലെ വികസന പ്രവർത്തനങ്ങൾ നടത്തിയേ മതിയാവൂ. അതിനാവശ്യമായ ക്രമീകരണങ്ങൾ ഉണ്ടാക്കുന്നവരെ വലിയ സമര പ്രക്ഷോഭങ്ങൾക്ക് അടിമാലി ബസ് സ്റ്റാൻഡ് അല്ല ഇനി സമരവേദിയായി മാറാൻ പോവുക. അടിമാലി പഞ്ചായത്താകെ ഓരോ വാർഡ് കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ ആകെ അണിനിർത്തിക്കൊണ്ട് അടിമാലി പഞ്ചായത്തിന്റെ പ്രവർത്തനമാകെ ഉപരോധിക്കുന്ന തരത്തിലേക്ക്, സ്തംഭിപ്പിക്കുന്ന തരത്തിലേക്ക് CPIM ഈ സമരത്തെ മാറ്റും. PM ബഷീർ അധ്യക്ഷനായി. ഏരിയ കമ്മിറ്റി അംഗം CS സുധീഷ്, വ്യാപാരി വ്യവസായി സമിതി ജില്ലാ പ്രസിഡന്റ് റോജി പോൾ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി KV ഉല്ലാസ് സ്വാഗതവും ഷിജോ ജോസ് നന്ദിയും രേഖപ്പെടുത്തി. ഉപരോധ സമരത്തിന് KA ഹാരിസ്, അജിത് ജോയ്, ബെന്നി തോമസ്, അനിൽ AK, KG തങ്കച്ചൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, അടിമാലി.